ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് എനർജിയാണ്. അവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി സമയം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം. ഫാൻ സ്പ്രെഡ് ആണ് ചെയ്യുന്നത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഇത്രയും കാർഡ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പ്രെഡ് നോക്കിയാൽ കാണാം, ചില കാർഡ്സ് എല്ലാം തലകുത്തനെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അതായത് 9 ഓഫ് കപ്സ്, അതുപോലെ തന്നെ സൺ കാർഡ്, 3 ഓഫ് വാൻസ്, അതെല്ലാം തലകുത്തനെയാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 3 കാർഡ്സ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് ടാരോ ഡെക്കിൽ. പക്ഷേ ഇത് റിവേഴ്സായിട്ട് വരുന്ന സമയത്ത് അത് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് അല്ല ഒരു റിലേഷൻഷിപ്പിൽ വരുത്തുന്നത് എന്നുള്ളതാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാർഡ് വായിക്കുമ്പോൾ എന്താണ് ഈ ഒരു കാർഡ്സ് എല്ലാം റിവേഴ്സായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം നോക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി എനർജി എന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നേരത്തെ മുതൽ അറിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതാണ് 6 ഓഫ് കപ്സ് കാണിക്കുന്നത്. അതായത് പാസ്റ്റിൽ അവർക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അത് ചിലപ്പോൾ ഫാമിലിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലവരുടെ കേസിൽ അത് ഈ ഒരു വ്യക്തിയുടെ ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് പഠിച്ച വ്യക്തിയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തോ ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ആരുമായിരിക്കാം. എന്തായാലും അവർ തമ്മിൽ കുറേ കാലം അടുപ്പമില്ലാതിരുന്നിട്ടായിരിക്കാം അവർ തമ്മിൽ പിന്നെയും കണക്റ്റ് ആയത്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഒന്നിച്ച് പഠിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പഠിത്ത ശേഷം അവർ പിരിഞ്ഞു പോയിട്ട് പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതും ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇത്. അപ്പം എന്തായാലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇല്ലാതിരുന്ന കുറച്ച് നാളുകൾ ഉണ്ടായിരുന്നു. കാരണം അവർ തീർത്തും ഒരു സൈലന്റ് മോഡിലായിരുന്നു ആ ഒരു സമയങ്ങളെല്ലാം തന്നെ. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഈ സൈലന്റ് ആയിരുന്ന തേർഡ് പാർട്ടി തലപൊക്കി വരികയും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ വന്ന തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒന്നുകിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതോ, കരിയറിൽ ഇൻഡിപെൻഡൻ്റ് ആയതോ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടി വളരെ സംഭവമായിട്ട് തോന്നിയിട്ടും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവർ തേർഡ് പാർട്ടിക്ക് വേണ്ടി അവരുടെ സമയം, എനർജി എല്ലാം കൊടുത്ത ഒരു സാഹചര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് അവർ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് കൊടുത്തു എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. ചിലവരുടെ കേസിൽ ഈ തേർഡ് പാർട്ടി എന്നത് ഒരു സ്റ്റാർ എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് മറ്റുള്ളവർ അറിയുന്ന ഒരു വ്യക്തി,
അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ ഈ ഒരു വ്യക്തി ഒരു സിംഗിൾ എനർജി ആയിരിക്കാനായിട്ടുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലായിട്ട് കാണുന്നു. അതല്ല, ഈ ഒരു വ്യക്തിക്ക് ഫാമിലിയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും അവർ എല്ലാ കാര്യത്തിനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതായത് വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആണ്, ബോൾഡ് ആണ്, സ്ട്രോങ് ആണ്, അങ്ങനെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങളാണ് അവിടെ നടപ്പാക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം കേട്ടോ. അപ്പം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയെ വളരെ അത്ഭുതത്തോടെ ഈ ഒരു വ്യക്തി നോക്കിക്കണ്ടിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് ഇവർ നിങ്ങളുടെ ഇടയിൽ വരികയും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നു. കാരണം ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ A to Z കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ വന്ന തേർഡ് പാർട്ടി ആരാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ തേർഡ് പാർട്ടിക്കെതിരെ നിങ്ങൾ സംസാരിക്കുകയോ നിങ്ങൾ അവർ തമ്മിലുള്ള കണക്ഷൻ എതിർക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി അതെല്ലാം എതിർത്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളോട് പല കാര്യത്തിലും എതിർപ്പ് കാണിച്ചിട്ടും ഉണ്ടായിരിക്കാം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയെ വളരെ വലിയ സംഭവമായിട്ട് ഈ ഒരു പേഴ്സൺ കാണുകയും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അവരെ ഒരുപാട് വിശ്വസിക്കുകയും അതുപോലെ തന്നെ അവരുടെ കൂടെ എന്തിനും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയും വളരെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ലൈഫിൽ ഒരു പ്രതീക്ഷ വെച്ചതായിട്ടാണ് കാണുന്നത്. കാരണം അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബെറ്റർ ഫ്യൂച്ചർ ഈ ഒരു പേഴ്സൺ കണ്ടതായിട്ട് കാണുന്നു. അതായത് അവരുമായിട്ടുള്ള ആ ഒരു ലൈഫ് ഈ ഒരു പേഴ്സൺ സ്വപ്നം കണ്ടതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ റിലേഷൻഷിപ്പിൽ കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ നടന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി കൂടുതൽ അവരിലേക്ക് അടുക്കാനായിട്ട് കാരണമായിട്ടുള്ളത്. അതുമല്ലെങ്കിൽ അവർ വളരെയധികം സ്ട്രോങ് ആയി നിൽക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ടുമായിരിക്കാം. അപ്പം ഏത് സിറ്റുവേഷൻ ആണെന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക. അതുപോലെ തേർഡ് പാർട്ടി എന്ന വ്യക്തി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അവർ ഹീല് ചെയ്ത് സംസാരിക്കാനാണെങ്കിൽ പോലും അതായത് തന്നിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതും നിങ്ങളുടെ വ്യക്തിക്ക് അവരിൽ ഒരു അട്രാക്ഷൻ തോന്നാൻ കാരണമായി തീർന്നിട്ടുണ്ട്. കാരണം അവരുടെ പല വാക്കുകളും ഈ ഒരു പേഴ്സൺ ഒരു ആശ്വാസം കൊടുത്തിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ വ്യക്തി മാനസിക സമ്മർദ്ദത്തിലൊക്കെ ഇരുന്ന സമയത്ത് ഇവർ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയും ഒരു സമാധാനം കൊടുക്കുന്ന രീതിയിലുള്ള സംസാരം കൊടുത്ത് തന്നിലേക്ക് അടുപ്പിക്കാനായി ട്രൈ ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്നത്. എന്തായാലും നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി അന്ധമായി വിശ്വസിക്കുകയും അവരുമൊത്തുള്ള ആ ഒരു ഭാവിയിൽ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്തത് ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്താണോ വിചാരിച്ചത്, അതായത് താൻ എന്താണോ പ്രതീക്ഷ വെച്ചത്, അതെല്ലാം വെറും വ്യാമോഹങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സൺ കണ്ണടച്ച് വിശ്വസിച്ചതിനെല്ലാം തന്നെ തെറ്റായി പോയി എന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ വന്നതായിട്ട് കാണുന്നു. അതായത് ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടും ഉണ്ടായിരിക്കാം. അതായത് തേർഡ് പാർട്ടിക്ക് എന്തൊക്കെ നിഗൂഢതകളുണ്ട്, അവർ എന്നിൽ നിന്ന് എന്തൊക്കെ ഒളിപ്പിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും അല്ലായിരുന്നല്ലോ കാര്യങ്ങൾ എന്നൊക്കെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്.
ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സണ് താല്പര്യം നഷ്ടപ്പെട്ട പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ റിലേഷൻഷിപ്പിൽ പണ്ടത്തെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം അവരുടെ ഇടയിൽ സംശയവും കാര്യവും ഒക്കെ കയറി വന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കറന്റ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. അതായത് എല്ലാം മതിയായിട്ടുള്ള ഒരവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ വേണ്ടി ഈ ഒരു പേഴ്സൺ ധൈര്യം സംഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത്. കാരണം തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീപ്പായി പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കുകയില്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പതിയെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒട്ടും സന്തോഷകരമല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. സൺ കാർഡ് റിവേഴ്സ് ആണ്. സൺ കാർഡ് അപ്രേറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഹാപ്പിനെസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ റിവേഴ്സ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒട്ടും സന്തോഷകരമല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് പല തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമായത്. കാരണം ഇവിടെ 3 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് നോക്കി കാണാം. വളരെയധികം സഹകരണ മനോഭാവത്തോടു കൂടി വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയൊരു റിലേഷൻഷിപ്പാണ്. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും അവർ തമ്മിലുള്ള ഇമോഷണൽ സപ്പോർട്ടും എല്ലാം നല്ല കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കതിൻ്റെ താഴെയാണ് സൺ കാർഡ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സഹകരണ മനോഭാവവും അതുപോലെ തന്നെ ആ ഒരു ഹാപ്പിനെസ്സും ഒന്നും ഇപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് ക്ഷമ നശിച്ച ഒരു എനർജിയിലാണ് ഉള്ളത്. അതായത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വേണ്ടാന്ന് വെക്കാനുള്ള തിടുക്കത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഒന്നുകിൽ ഈ ഒരു പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും അബ്രോഡ് ആയിരിക്കാം. അങ്ങനെ എന്തു തന്നെ സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള തിടക്കം ഈ ഒരു പേഴ്സൺ ഉള്ളതുപോലെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ പഴയതുപോലെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ നേരത്തെ ഈ ഒരു വ്യക്തിക്ക് സമയം, അവരുടെ സ്നേഹം, എനർജി എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ പഴയ പോലെ ആ ഒരു പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പിൽ ആക്റ്റീവ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയൊക്കെ ഈ ഒരു പേഴ്സൺ തിടുക്കം കൂട്ടുന്നുണ്ടെങ്കിൽ പോലും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇൻറ്റൻഷൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതൊന്നും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയോട് ചിലപ്പോൾ തുറന്ന് കാണിച്ചിട്ടുണ്ടാവില്ല. അവർക്കുള്ളിൽ തിരിച്ചറിവുകൾ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഈ ഒരു പേഴ്സൺ തുറന്ന് പറയുകയോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു പേഴ്സണെ അറിയിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുകയോ അങ്ങനെയൊന്നും ഈ ഒരു പേഴ്സൺ ചെയ്തതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ പിണക്കിയിട്ടുമില്ല എന്നുള്ളൊരു സാഹചര്യമാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാനായിട്ട് കഴിയുന്നത്. നിലവിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നെങ്കിലും പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും എൻഡായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എൻഡായിട്ടില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരുപാട് തിരിച്ചറിവുകൾ വന്നിരിക്കുന്നു. അതിൽ നിന്ന് പതിയെയാണെങ്കിൽ പോലും പുറത്ത് കടക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടിയോട് ഈ ഒരു പേഴ്സൺ അതൊന്നും പുറമെ കാണിച്ചിട്ടുമില്ല, അവരെ പിണക്കിയിട്ടുമില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ തേർഡ് പാർട്ടിയും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.